മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാമൻകുത്ത് മരംകൊള്ള നടന്നതിന്റെ വാർത്ത പുറത്തു വന്നിട്ട് 3 ആഴ്ചയോളമായി. ഇതുവരെ നഗരസഭ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ. ഭരണസമിതിക്ക് വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടാണോ നടപടി സ്വീകരിക്കാൻ വൈകുന്നതെന്നും ഡിവൈഎഫ്ഐ. ഷിഗല്ല രോഗം പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനും മഴക്കാലത്ത് പകർച്ചവ്യാധികളെ ചെറുക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ചാലിയാറിന്റെ മണ്ണിന് ആതുര സേവന രംഗത്ത് കരുത്തും കരുതലും പകരാൻ PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി. മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യത്തോടെയുള്ള പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജൂൺ 20 രാവിലെ 11:30 നടക്കും. നിയമവിരുദ്ധമായി തീ തുപ്പുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തിയ കാർ നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് നിന്നാണ് 4 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിടികൂടിയത്. മാനവേദൻ സ്കൂൾ റോഡിന് സമീപം ഇടിമിന്നലിൽ തെങ്ങ് കത്തി. നിലമ്പൂർ അഗ്നിരക്ഷാസേന എത്തി തീ അണച്ച് അപകടം ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. രാമൻകുത്ത് മരംകൊള്ള നടന്നതിന്റെ വാർത്ത പുറത്തു വന്നിട്ട് 3 ആഴ്ചയോളമായി. ഇതുവരെയും നഗരസഭ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ. ഭരണസമിതിക്ക് വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടാണോ നടപടി സ്വീകരിക്കാൻ വൈകുന്നതെന്നും ഡിവൈഎഫ്ഐ. നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് പ്രദേശത്ത് മരം മുറിച്ചു കടത്തിയ വാർത്ത പുറത്തു വന്നിട്ട് ഏകദേശം 3 ആഴ്ച പിന്നിട്ടു. ഇതുവരെയും നിലമ്പൂർ നഗരസഭ ഇതിനൊരു നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽപ്പെടുന്ന ഭൂമിയിൽ നിന്നാണ് ഈ മരം മുറിച്ചു കടത്തിയിട്ടുള്ളത്. അതായത് പൊതുമുതലാണ് ഇവിടെ അപഹരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പൊതുമുതൽ അപഹരിക്കപ്പെട്ട കൊള്ള സംഘത്തിന് പരവതാനി വിധിക്കുന്ന സമീപനമാണ് നിലമ്പൂർ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. നഗരസഭ ഇവർക്ക് സഹായം ചെയ്ത നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മറ്റു നിയമ നടപടികൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽപ്പെടുന്ന ഭൂമിയിൽ നിന്നാണ് ഈ മരം കൊള്ള നടന്നിട്ടുള്ളത്. പൊതുമുതലാണ് ഇവിടെ അപഹരിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുമുതൽ അപഹരിച്ചവർക്ക് പരവതാനി വിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭ. നഗരസഭ ഈ മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്നാലും ഈ കൊള്ള നടത്തിയവരെ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായുള്ള നടപടികൾ ഡിവൈഎഫ്ഐ സ്വീകരിക്കും. നഗരസഭാ കൌൺസിലറും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുമായ ഇ അരുൺ ദാസ്, കെ പ്രജിത്ത്, റിയാസ് കാവാട്, ലെനിൻ സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ല രോഗം പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനും മഴക്കാലത്ത് പകർച്ചവ്യാധികളെ ചെറുക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ വിഭാഗം ഉദ്യോഗസ്ഥരും വ്യാപാരികളും പങ്കെടുത്തു. ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിലും മുഴുവൻ തട്ടുകടകളും, ജ്യൂസ് പാർലറുകൾ, ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന സ്കൂളുകളിലും അംഗനവാടികളിലും പാചകം ചെയ്യുന്ന ഇടങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും ആരോഗ്യ വിഭാഗം കർശന പരിശോധന നടത്തും. ഇതിനായി ആരോഗ്യ വിഭാഗം 2 സ്ക്വാഡുകൾ രൂപീകരിച്ചു. രാവിലെ 6 മണി മുതൽ പകൽ സമയങ്ങളിൽ ഒരു സ്ക്വാഡും വൈകുന്നേരം 6 മണി മുതൽ രാത്രിയിലും സ്ക്വാഡുകൾ പ്രവർത്തിക്കും. പൊതുജനങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമെന്നും കൈകൾ ഇടയ്ക്കിടെ സോപ്പുകൾ ഉപയോഗിച്ച് കഴുകണമെന്നും കൊതുകുകളുടെ ഉറവിട നശീകരണം കാര്യക്ഷമമാക്കുവാൻ എല്ലാ ഞായറാഴ്ചകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിന് നിർദ്ദേശം നൽകും. രോഗവ്യാപനം തടയുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ഈ മഴക്കാലത്ത് പതിവ് പോലെ തന്നെ ഷിഗല്ല അടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇതിൻ്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനം എന്നോണം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലെ തട്ടുകടകൾ, ഭക്ഷണ പാനീയ വിതരണം നടത്തുന്ന ഇടങ്ങൾ തുടങ്ങി ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമടങ്ങിയ ടീം രാവിലെ 6 മുതൽ പകലും വൈകിട്ട് 6 മുതൽ രാത്രിയും 2 സ്ക്വാഡായി പരിശോധന നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭയിൽ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഡ്രൈ ഡേ ആയി ആചരിച്ച് കൊതുകിൻ്റെ ഉറവിട നശീകരണം നടത്താനായിട്ട്
ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മേരി ഷിബു, മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം KP, പബ്ലിക് HI അഞ്ജന, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് K, ഫുഡ് ഇൻസ്പെക്ടർ അനു, JHI രേഷ്മ, വ്യാപാരി പ്രതിനിധികളായ U നരേന്ദ്രൻ, വിൻസെന്റ് ഗോൺസാഗ, കൌൺസിലർമാരായ ഫ്രാൻസിസ് ലിജി, PK ഉമർ നാണി, ഷഫീഖ് മണലോടി, റജീന നൌഷാദ് അലി, വിജയലക്ഷ്മി, പ്രഭ, രാഷ്ട്രീയ വിവിധ പാർട്ടി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിയാറിന്റെ മണ്ണിന് ആതുര സേവന രംഗത്ത് കരുത്തും കരുതലും പകരാം PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി. മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യത്തോടെയുള്ള പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജൂൺ 20 രാവിലെ 11:30 നിലമ്പൂർ അമൽ കോളേജ് കൺവെൻഷൻ സെന്ററിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഒരു ബ്രാഞ്ച് നിലമ്പൂര് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൻ്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി അവസാന 4 വർഷങ്ങളായി ആശുപത്രികളില്ലാത്ത പിന്നോക്ക പ്രദേശങ്ങളിൽ ആശുപത്രി തുടങ്ങുക എന്നതാണ് ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണാണ് നിലമ്പൂരും ഞങ്ങൾ എത്തുന്നത്. ഇതിന് 1 വർഷങ്ങൾക്ക് മുമ്പ് കരുവാരക്കുണ്ട് ഇതുപോലെ മറ്റൊരു മലയോര മേഖലയായിരുന്നു 150 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഞങ്ങൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. നിലമ്പൂർ പ്രദേശത്തുള്ളവരുടെയും ഒരു പ്രധാന ആവശ്യമായിരുന്നു കാർഡിയോളജി സംവിധാനത്തോടു കൂടിയുള്ള ഒരു ആശുപത്രിയുടെ അഭാവം ഈ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാർഡിയോളജി സംവിധാനത്തോടു കൂടിയുള്ള ഒരു ആശുപത്രി സഹകരണ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ 40 വർഷമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2024 ഏറ്റവും മികച്ച സഹകരണ ആശുപത്രികളുടെ സംസ്ഥാന പുരസ്കാരവും 2025 ഏറ്റവും മികച്ച സഹകരണ ആശുപത്രിക്കുള്ള NSTCയുടെ ദേശീയ പുരസ്കാരവും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിക്ക് ലഭിച്ച ആശുപത്രിയാണ്. തുടക്കത്തിൽ നിലമ്പൂരിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ നിലമ്പൂരിലെ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1ാം ഘട്ടത്തിൽ 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഗ്രീനിഷ് മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത് കാത്ത് ലാബോട് കൂടിയുള്ള കാർഡിയാക് സെൻറ്റർ ഉൾപ്പെടെ ആശുപത്രിയാണ്. ജനുവരി ആദ്യവാരത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2ാം ഘട്ടത്തിൽ 35,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഉള്ള കെട്ടിടം നിർമ്മിച്ച് 2ാം ഘട്ടം പൂർത്തീകരിക്കുക. 2 വർഷം കൊണ്ട് പൂർണ്ണ സജ്ജമാക്കി 150 ബെഡോടുകൂടിയുള്ള ആശുപത്രി തുടങ്ങുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 16 കോടി രൂപ ചെലവിലാണ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ 4ാമത് ബ്രാഞ്ച് നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡ് റോഡ് കോടതി പരിസരത്ത് സ്ഥാപിക്കുന്നത്. കാർഡിയോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ 150 കിടക്കകളുള്ള ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആശുപത്രി മലയോര മേഖലയുടെ ആരോഗ്യ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് പുതിയ തുടക്കമാകും. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ 15,000 ചതുരശ്ര അടി വിസ്തൃതിയിലും 2ാം ഘട്ടത്തിൽ 35,000 ചതുരശ്ര അടി വിസ്തൃതിയിലും കെട്ടിടവുമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീനിഷ് മാതൃകയിലുള്ള കെട്ടിടമാണ് ടൂറിസം കേന്ദ്രമായ നിലമ്പൂരിൽ ഒരുങ്ങുന്നത്. ആദ്യഘട്ടം ജനുവരി 1 നാട്ടുകാർക്കായി സമർപ്പിക്കും. ഏറ്റവും ആധുനിക ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്കും പ്രാപ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ ആശുപത്രി 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂർ അത്യാഹിത വിഭാഗം, ഓർത്തോ, കാർഡിയോളജി, ഗൈനിക്, പീഡിയാട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങളോടെയാണ് നിലമ്പൂരിലെ ആശുപത്രി സജ്ജീകരിക്കുന്നത്. ഏറ്റവും നൂതന രോഗനിർണയ പരിശോധനകളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും. കരുവാരക്കുണ്ടിൽ 1 വർഷം മുൻപ് ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇന്ന് ജനകീയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് ആരംഭിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ആശുപത്രിയും സേവന മാതൃകയിൽ വേറിട്ടു നിൽക്കുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ സ്ഥാപനം മാറിയിട്ടുണ്ട്. സമാന രീതിയിൽ നിലമ്പൂരിലും മികവിന്റെ കേന്ദ്രമൊരുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി വ്യക്തമാക്കി. നിലമ്പൂരിൽ ഹൃദ്രോഗ ചികിത്സാ സംവിധാനം ആരംഭിക്കുന്നതോടെ ഗുഡല്ലൂർ മുതൽ നിലമ്പൂർ മേഖലയിലുള്ള സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. നിർമ്മാണോദ്ഘാടന പരിപാടിയിൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് KPA മജീദ് അധ്യക്ഷത വഹിക്കും. പ്രോജക്ട് ലോഞ്ചിംഗ് PV അബ്ദുൽ വഹാബ് MP നിർവഹിക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ധാരണാപത്രം കൈമാറൽ നിർവഹിക്കും. 3D ഇമേജിംഗ് റിലീസ് ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിക്കും. വിഷൻ 2026 അവതരണം ആശുപത്രി വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും.
MLA-മാരായ TP അഷ്റഫ് അലി, VS ജോയ് എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സഹകരണ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. ആശുപത്രി സെക്രട്ടറി സഹീർ കാലടി റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിയമവിരുദ്ധമായി തീ തുപ്പുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തിയ കാർ നിലമ്പൂരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. നിലമ്പൂർ കനോലി പ്ലോട്ട് പരിസരത്ത് നിന്നാണ് 4 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിടികൂടിയത്. പുകക്കുഴലിൽ നിന്ന് വൻ ശബ്ദത്തോടെ തീ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കാർ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയാണ് പുകക്കുഴലിലൂടെ തീ തുപ്പുന്നത്. പിടികൂടിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുവാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വാഹന അപകടങ്ങൾ വരുന്നത് തടയാൻ വേണ്ടി വൈകിട്ട് 6 മുതൽ രാത്രി 8 വരെ ചെക്കിങ് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ്. കാരണം ഓൾ കേരള ഒരു ഡ്രൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു വാഹനം ഞങ്ങൾ ചെക്കിങ്ങിനിടയിൽ കാണുകയും വാഹനം തടഞ്ഞു നിർത്തിയതിൽ അപകടമായ ആൾട്രേഷനുകൾ വണ്ടിയിൽ വരുത്തുകയും എക്സോസ്റ്റിലൂടെ തീ തുപ്പുന്ന രീതിയിലുള്ള സെറ്റിങ്സൊക്കെ വെച്ചിരിക്കുന്ന ഒരു വാഹനമാണെന്ന് മനസ്സിലാവുകയും വാഹനം പിടിച്ച് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ വാഹനത്തിൻ്റെ ഓണർ അതിനുശേഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപകടങ്ങൾ കൂടുന്ന സാഹചര്യം കണക്കിലെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8:30 വരെ പ്രത്യേക പരിശോധന നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ വാഹനം പിടിച്ചത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. മാനവേദൻ സ്കൂൾ റോഡിന് സമീപം ഇടിമിന്നലിൽ തെങ്ങ് കത്തി. നിലമ്പൂർ അഗ്നിരക്ഷാസേന എത്തി തീ അണച്ച് അപകടം ഒഴിവാക്കി. ഇന്ന് വൈകുന്നേരം 3:15ഓടെയാണ് എടപ്പലത്ത് ജിനീഷും കുടുംബവും താമസിക്കുന്ന വീടിന്റെ പുറകുവശത്തെ തെങ്ങിന് തീപിടിച്ചത്. വലിയ ശബ്ദത്തോടെ ഇടിവെട്ടിയ ശബ്ദം കേട്ട പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇടിമിന്നലിനെ തുടർന്ന് തെങ്ങ് കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ജിനീഷും ഭാര്യ ഗ്രേഷ്മയും പറഞ്ഞു. ഒരു 3-4 വലിയൊരു ശബ്ദം കേട്ടത്. നല്ല ഭയങ്കരമായ ശബ്ദമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ തെങ്ങിൻ്റെ മേലെ നിന്ന് കത്തുന്നത് കണ്ടത്. നന്നായിട്ട് കത്തിയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചു. മഴയില്ലാത്ത സമയത്താണ് ഇടിമിന്നൽ ഉണ്ടായത്. പുല്ലുവേലിൽ മോളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ തെങ്ങിനാണ് തീ പിടിച്ചത്. ഡിവിഷൻ കൗൺസിലർ റജീന നൌഷാദ് അലി സ്ഥലത്തെത്തിയിരുന്നു. പൊന്നാനി അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലെ മോഷണം. 6 പ്രതികൾ അറസ്റ്റിൽ. ഷഫീഖ്, ഷഹദ്, നാസിൽ, സിഫാറത്ത്, ഫഹദ്, അസ്ലം എന്നിങ്ങനെ 6 പ്രതികളെയാണ് പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റും പുതിയതായി തുടങ്ങാനിരിക്കുന്ന ഐസൊലേഷൻ വാർഡ് കെട്ടിടത്തിൽ നിന്നും 8ഓളം കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, കീബോർഡുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, 8ഓളം ഫയർ എക്സ്റ്റിങ്ഷനുകൾ, ഇരുമ്പ് കമ്പികൾ, പുതുതായി സ്ഥാപിച്ച 8ഓളം ബാറ്ററികൾ തുടങ്ങി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം വില വരുന്ന ഉപകരണങ്ങൾ 6-അംഗ സംഘം പലപ്പോഴായി രാത്രിയിലെത്തി സ്കൂട്ടറുകളിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയം തോന്നിയവരെ നിരീക്ഷിച്ചും ചോദ്യം ചെയ്തും നടത്തിയ നിരവധി ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് മോഷണം നടത്തിയ 6-അംഗ സംഘത്തിനെ പൊന്നാനി പോലീസ് പിടികൂടിയത്. കളവ് ചെയ്ത സാധനങ്ങൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ നിസ്സാര വിലയ്ക്ക് വിൽപ്പന നടത്തി കാറുകൾ വാടകയ്ക്കെടുത്തും വിനോദങ്ങൾക്കും മറ്റും ആർഭാട ജീവിതം നയിക്കുന്നതിനായി ചിലവഴിക്കുകയായിരുന്നു. SI ആന്റോ ഫ്രാൻസിസ്, ജൂനിയർ SI ആനന്ദലക്ഷ്മി, ASI എലിസബത്ത്, ASI നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ S, സിവിൽ പോലീസ് ഓഫീസർ ശ്രീരാജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തിയ സാധനങ്ങൾ പ്രതികൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയതായി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിസര പ്രദേശങ്ങളിൽ നടന്ന മറ്റ് മോഷണങ്ങളിലും പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാർ അറിയിച്ചു. കരുളായി പാലത്തിന് സമീപം കിണറ്റിൽ കാട്ടാന ചാടി. കരിമ്പുഴയുടെ ഓരത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കിണറിലാണ് പിടിയാന അകപ്പെട്ടത്.
രാവിലെ കൃഷിയിടത്തിലെത്തിയ ആളുകളാണ് കിണറ്റിലകപ്പെട്ട ആനയെ കണ്ടത്. 12:15ഓടെ നിലമ്പൂർ സൌത്ത് DFO G ധനികലാൽ, കരുളായി റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ JCBയുടെ സഹായത്തോടെ കിണറിൽ നിന്നും രക്ഷപ്പെടുത്തി ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി വിവിധ ഉന്നതികളിലെ തദ്ദേശീയ വനിതകൾക്ക് 38 ദിവസം നീണ്ടുനിന്ന ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർമാൻ K ഷൌക്കത്ത് അലി നിർവഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിലമ്പൂർ നഗരസഭ CDS ചെയർപേഴ്സൺ സാലി ബിജു അധ്യക്ഷത വഹിച്ചു. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വൈസ് ചെയർമാൻ K ഷൌക്കത്ത് അലി നിർവഹിച്ചു. തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള വിവിധ CDSകളിൽ നിന്നായി 30 പേരാണ് നിലമ്പൂർ നഗരസഭാ കെട്ടിടത്തിൽ വെച്ച് നടത്തിയ പരിശീലനം പൂർത്തിയാക്കിയത്. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 14 പേർ ഇതിനോടകം സംരംഭങ്ങൾ രൂപീകരിക്കുകയും CDSൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയവർ പുതിയ നൂതനവും വൈവിധ്യവുമായ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരണമെന്നും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള മറ്റ് പിന്തുണ സംവിധാനങ്ങൾ ജില്ലാ മിഷൻ മുഖേന നടപ്പിലാക്കുമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ പറഞ്ഞു. പുതുതായി ആരംഭിക്കുന്ന ബാച്ചിലേക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള ഓറിയന്റേഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് വിഭാഗം ജില്ലാ പ്രോഗ്രാം മാനേജർ അഭിജിത്ത് മാരാർ നൽകി. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലനം ആരംഭിക്കുന്ന സമയത്ത് തയ്യൽ മെഷീൻ ചവിട്ടാൻ പോലും അറിയാതിരുന്ന തദ്ദേശീയ വനിതകൾ സ്വന്തമായി തയ്ച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിശീലന കാലയളവിൽ ഗുണഭോക്താക്കൾക്കുള്ള യാത്രാ ചെലവ്, ഭക്ഷണം എന്നിവ സൗജന്യമായി നൽകിയിരുന്നു. പരിശീലനാർത്ഥികൾ പരിശീലന കാലയളവിൽ സ്വന്തമായി തയ്ച്ച വസ്ത്രങ്ങളുടെ ഡിസ്പ്ലേയും പരിപാടിയിൽ ഒരുക്കിയിരുന്നു. എടക്കര CDS ചെയർപേഴ്സൺ ജ്യോതി തോമസ്, പോത്തുകല്ല് CDS ചെയർപേഴ്സൺ പ്രജിഷ, മമ്പാട് CDS ചെയർപേഴ്സൺ തങ്കമണി, ബ്ലോക്ക് കോർഡിനേറ്റർ നിഷാദ് എന്നിവർ സംസാരിച്ചു. പട്ടികവർഗ അനിമേറ്റർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, മറ്റ് മിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കിൽ ഏജൻസി പ്രതിനിധി റാഷിദ് സ്വാഗതവും ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ KK മുഹമ്മദ് സാനു നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.